പ്ലാസ്റ്റിക് നിരോധനം കർശനമാക്കുന്നതിന്റെ ഭാഗമായി ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് പരിശോധന ഊർജിതമാക്കി. രഹസ്യവിവരത്തെ തുടർന്ന് സ്ക്വാഡ് പാനൂരിൽ നടത്തിയ പരിശോധനയിൽ 1/2 ടണ്ണിലധികം നിരോധിത ഉൽപ്പന്നങ്ങൾ പിടിച്ചു. ആമ്പിലാട് വീടിന് മുന്നിൽ തള്ളിയ മാലിന്യം തിരിച്ചെടുപ്പിച്ച് പിഴ ഈടാക്കുകയും ചെയ്തു. ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും വൻതോതിൽ പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ കണ്ണൂർ ജില്ലയിൽ എത്തുന്നതായ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ കണ്ണൂർ ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് വീണ്ടും പരിശോധന ശക്തമാക്കിയത്. ഈ പരിശോധനയിൽ പാനൂർ ടൗണിൽ നിന്നും 1/2 ടണ്ണിലധികം നിരോധിത പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ പിടികൂടി. പാനൂർ പുത്തൂർ റോഡിലെ മലബാർ ഹോം സെന്റർ, മെട്രോ ഹോം സെന്റർ എന്നിവിടങ്ങളിൽ നിന്നാണ് നിരോധിത പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ പിടികൂടിയതെന്ന് സ്ക്വാഡ് അറിയിച്ചു. വിവിധ വലിപ്പത്തിലുള്ള പ്ലാസ്റ്റിക് ക്യാരി ബാഗുകൾ, ഗാർബേജ് ബാഗുകൾ, പേപ്പർ കപ്പുകൾ, ഒറ്റത്തവണ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് സ്പൂണുകൾ, തെർമോകോൾ പ്ലേറ്റുകൾ എന്നിവയാണ് പിടികൂടിയത്. 2 സ്ഥാപനങ്ങൾക്കും 10,000 രൂപ വീതം പിഴയും ചുമത്തി. പരിശോധനയ്ക്ക് എൻഫോഴ്സ്മെന്റ് ഓഫീസർ KR അജയകുമാർ, സ്ക്വാഡ് അംഗം ഷെരീഖുൽ അൻസാർ, പാനൂർ നഗരസഭ ക്ലീൻ സിറ്റി മാനേജർ ശശി നടുവിലേക്കണ്ടി, പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ A. വിസിയ, M. ബിജോയ് എന്നിവരും പരിശോധനയിൽ പങ്കെടുത്തു. മാങ്ങാട്ടിടം പഞ്ചായത്തിലെ ആമ്പിലാട് വീടിനു മുന്നിൽ തള്ളിയ മാലിന്യം സ്ക്വാഡ് തിരിച്ചെടുപ്പിച്ചു. ആമ്പിലാട് പാറയിൽ വീടിനു മുന്നിൽ തള്ളിയ കടയിലെ മാലിന്യമാണ് തിരിച്ചെടുപ്പിച്ചത്. പുറക്കളത്തെ സാറ ഫാത്തിമ ടീ സ്റ്റാളിൽ നിന്നുള്ള മാലിന്യമാണ് പുറക്കളം പച്ചൂസ് റോഡിലെ ആമ്പിലാട് പാറയിലെ വീടിനു മുന്നിൽ വലിച്ചെറിഞ്ഞ നിലയിൽ കണ്ടെത്തിയത്. വീട്ടുടമയും പരിശോധന നടത്തിയ ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡുമാണ് മാലിന്യം തള്ളിയ സ്ഥാപനത്തെ കണ്ടെത്തിയത്. മാലിന്യം തിരിച്ചെടുപ്പിക്കുകയും 5,000 രൂപ പിഴ ചുമത്തുകയും ചെയ്തു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.